ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന കോഴ്സിലെ ബ്ലോക്ക് 1-ൽ വരാൻ ചാൻസ് ഉള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ലാറ്റിൻ ഓർ ഫ്രഞ്ച് വേർഡ് ഫ്രം വിച്ച് ദ ടേം ജേർണലിസം? ജേർണലിസം എന്ന വേർഡ് ഏതിൽ നിന്നാണ് വന്നത്? ജേർണലിസ്റ്റ്. ക്വസ്റ്റ്യനും ആൻസറും ഞാൻ കൊടുക്കുന്നുണ്ട്, മലയാളം മാത്രം ഞാൻ പറയാം കേട്ടോ. ആൻഡ് വിച്ച് പബ്ലിക്കേഷൻ ഈസ് കൺസിഡേർഡ് ദ ഏർലിയസ്റ്റ് പ്രോട്ടോടൈപ്പ് ഓഫ് ന്യൂസ് പേപ്പർ? പുരാതന കാലത്തിൽ ഒരു പ്രോട്ടോടൈപ്പ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, അതെന്താണ്? ആക്ട ഡ്യൂർണ. ആൻഡ് ഹൂ ഇൻവെൻറ്റഡ് ദ മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ്? പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നസ് ഗുട്ടൻബർഗ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? ഹൂ വാസ് ഇറ്റ് പബ്ലിഷർ? ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇന്ത്യയിലെ അത് ഏതാണ്? ആരാണ് കണ്ടുപിടിച്ചത്? ഹിക്കീസ് ബംഗാൾ ഗസറ്റയാണ് ന്യൂസ് പേപ്പർ കണ്ടുപിടിച്ചത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് പ്രിൻറ്റിംഗ് പ്രസ് ഫസ്റ്റ് അറൈവ് ഇൻ ഇന്ത്യ? പ്രിൻറ്റിംഗ് പ്രസ് ഇന്ത്യയിലേക്ക് വന്ന വർഷം ഏതാണ്? 1557. സെവൻത് വൺ, വാട്ട് ഈസ് ഒഫീഷ്യൽ മോട്ടോ ഓൾ ഇന്ത്യ റേഡിയോ? അതായത് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ മോട്ടോ ആപ്തവാക്യം എന്നാൽ എന്ത്? അപ്പോൾ ആൻസർ വരുന്നത് ബഹുജന ഹിതായ ബഹുജന സുഖായ ആണ് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ മോട്ടോ. ഓക്കെ. അപ്പോൾ അതുപോലെ ദൂരദർശൻ്റെ മോട്ടോ എന്താണെന്ന് ചോദിക്കാം. ദൂരദർശൻ്റെ മോട്ടോ എന്താ? സത്യമേവ ജയതയ. ഓക്കെ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ റേഡിയോ ന്യൂസ് പ്രസൻറ്റർ? അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് വനിതാ ന്യൂസ് പ്രസൻറ്റർ ആരായിരുന്നു? റേഡിയോ ന്യൂസ് പ്രസൻറ്റർ ആരായിരുന്നു? സൈദ ബാനു. ആൻഡ് നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ടെലിവിഷൻ സോപ്പ് ഒപ്പേറ സീരീസ്? ഇന്ത്യയിലെ ആദ്യത്തെ സോപ്പ് ഒപ്പേറ സീരീസ് ഏതാണ്? ഹം ലോഗ്. ആൻഡ് ടെൻത്ത്, നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം? അതായത് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ഏതാണ്? രാജ ഹരിശ്ചന്ദ്ര അതാണ് ഫിലിം. ആൻഡ് ഡയറക്റ്റ് ചെയ്തത് ദാദാ സാഹിബ് ഫൽക്കെ ആണ് കേട്ടോ. ഓക്കെ. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. യൂണിറ്റ് 2-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് വൺ എന്തായിട്ടും ഷുവറാണ്. ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. ഈ പോയിന്റ് നമ്മൾ എന്തായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ജേർണലിസത്തിനെ 4-ാം സ്തംഭം എന്ന് വിളിക്കുന്നത്? ഓക്കെ. ജനാധിപത്യത്തിലെ 4-ാം സ്തംഭം. ആൻസർ എന്താ? സർക്കാരിനും ഭരണാധികാരികൾക്കും മേൽ ഒരു കണ്ണ് ആയി പ്രവർത്തിക്കുകയും ഭരണവും ജനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജേർണലിസത്തിനെ ഡെമോക്രസിയുടെ 4-ാം തൂണ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1975-ലെ എമർജൻസി സെൻസർഷിപ്പിനെതിരെ ഭാരതത്തിലെ ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? ആൻസർ എന്താ? 1975 ജൂൺ 27-ന് ബ്ലാങ്ക് അതായത് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ, വികസനം എന്നാൽ സ്വാതന്ത്ര്യമാണ് എന്ന സങ്കല്പം അവതരിപ്പിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഉത്തരം അമർത്യ സെൻ. ഇനി ഫോർത്ത്, ഗ്രാമീണ ഇന്ത്യയുടെ വാർത്തകൾക്കായി പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ അതായത് PARI സ്ഥാപിച്ചത് ആരാണ്? P സൈനാഥ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ചലച്ചിത്ര മാസിക ഏതാണ്? ആൻസർ വരുന്നത് ചലച്ചിത്ര സമീക്ഷയാണ്. ഇനി യൂണിറ്റ് 3-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് മൊബൈൽ ജേർണലിസം? എന്താണ് മോജോ? അപ്പോൾ ആൻസർ എന്താ? മാധ്യമപ്രവർത്തകർ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന മൊബൈൽ ഫോണുകൾ മാത്രം ഉപയോഗിച്ച് വാർത്തകൾ ശേഖരിക്കുകയും എഡിറ്റ് ചെയ്യുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന ആധുനിക റിപ്പോർട്ടിംഗ് രീതിയാണ് മോജോ. ഇത് എന്തായിട്ട് പഠിക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം പോഡ്കാസ്റ്റ് ഒറിജിനേറ്റ് ഫ്രം? ഈ പോഡ്കാസ്റ്റ് എന്ന വേർഡ് ഏതിൽ നിന്നാണ് ഉണ്ടായത്? ആൻസർ എന്താ? ഐപോഡ്, ബ്രോഡ്കാസ്റ്റ് എന്നീ 2 വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് പോഡ്കാസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സിറ്റിസൺ ജേർണലിസം? എന്താണ് സിറ്റിസൺ ജേർണലിസം? സിമ്പിളായിട്ട് നോക്കാം. സാധാരണക്കാരായ ജനങ്ങൾ സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് വാർത്തകൾ ശേഖരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് സിറ്റിസൺ ജേർണലിസം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹാഷ്ടാഗ്സ് ഇൻ മോഡേൺ ജേർണലിസം? അതായത് ആധുനിക മാധ്യമ പ്രവർത്തനത്തിൽ ഹാഷ്ടാഗുകളുടെ പങ്ക് എന്താണ്? ഉത്തരം എന്താ? സോഷ്യൽ മീഡിയയിലെ ഡിജിറ്റൽ വിവരങ്ങളെ തരംതിരിക്കാനും സാമൂഹിക പ്രചാരണങ്ങൾക്കായി ആളുകളെ ഒരുമിപ്പിക്കാനുമുള്ള ഡിജിറ്റൽ അടയാളമായി ഇത് പ്രവർത്തിക്കുന്നു. ഇനി യൂണിറ്റ് 4-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ടേം ഫോർ പബ്ലിഷിംഗ് ന്യൂസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ക്യാഷ് ഓർ കൈൻഡ്? അതായത് പണമോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങി വാർത്തകളോ ശേഖരണമോ പ്രസിദ്ധീകരിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? പെയ്ഡ് ന്യൂസ്. യെസ്. അപ്പോൾ ഇത് 1 വേർഡിൽ എന്തായിട്ടും വരും കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, വരിസംഖ്യയോ റേറ്റിങ്ങോ കൂട്ടാൻ വേണ്ടി വാർത്തകളെ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം സെൻസേഷണലിസമാണ് ടെക്സ്റ്റിലുള്ളത് കേട്ടോ, അത് പഠിക്കുക. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ,
ഇൻ്റർനെറ്റിൽ കൂടുതൽ ക്ലിക്കുകൾ ലഭിക്കാൻ വേണ്ടി മാത്രം നൽകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾക്ക് എന്താണ് അറിയപ്പെടുന്നത്? ക്ലിക്ക് ബെയ്റ്റ്. നമ്മളൊരു തംബ്നെയിൽ കാണുമ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കുമല്ലോ, അങ്ങനെ ആകർഷിപ്പിക്കുന്ന തംബ്നെയിൽ കൊടുക്കുന്നതിനെയാണ് ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ്ലൈൻ കൊടുക്കുന്നതിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ, അതായത് ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചിക വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് വർഷം തോറും പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം എന്താ? RSF, അതായത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ഇതിൻ്റെ ചിലപ്പം ഫുൾ ഫോം എഴുതാൻ വേണ്ടി വരാം. അപ്പം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം, ഈ സബ്ജക്റ്റ് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ.